Hello friends, welcome to channel 𝙑𝙗𝙚 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് BSNL ഒരു റീസെൻ്റായിട്ട് എല്ലാവർക്കും ഒരു ഇമെയിൽ വന്നിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഒരു ഇമെയിൽ സർവീസ് നിർത്തുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു എന്താ പറയുക ഒക്ടോബർ 9 തൊട്ട് അവരൊരു ഇമെയിൽ ഡൊമൈൻ നമുക്കൊരു ഇമെയിൽ ID തന്നിട്ടുണ്ടായിരിക്കും. അത് സർവീസബിൾ നമ്മൾ നിർത്താൻ പോവാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ലിങ്ക് തന്നിട്ടുണ്ടാവും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെയിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇമെയിലും കുറേ പേർക്ക് കോളായിട്ടും കുറേ പേർക്ക് മെസ്സേജ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇതിൻ്റെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ മുന്നോട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മുടെ ഗീവോഡിയോ കാണാത്തൊരു പോയി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പങ്കെടുക്കുക. പാർട്ടിസിപ്പേറ്റ് ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്സ് ഉള്ളത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ലൊരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യട്ടെ. പിന്നെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇത് ആക്ച്വലി വന്നേക്കുന്നത് കുറേ പേർക്ക് വന്നിട്ടുണ്ടായിരിക്കും. കുറേ പേർക്കും എനിക്ക് മെയിലും ഈ മെസ്സേജും വന്നു. കുറേ പേർക്ക് ഏതെങ്കിലും വന്നിട്ടുണ്ടാവുന്നത്, കുറേ പേർക്കും ഫോൺ കോൾസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും വന്നേക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ എന്താ പറയുക നമ്മൾക്കിപ്പോൾ ഒരു ഇമെയിൽ ID നമുക്കൊരു BSNL ഡൊമൈനിൽ വെച്ചിട്ട് നമുക്ക് ഒരു @BSNL.1 ഒരു ഇമെയിൽ ID നമുക്ക് അവർക്ക് നമ്മളിപ്പോൾ ഫൈബർ കണക്ഷൻ എടുക്കുന്ന സമയത്തോട്ടെ ഒരു ശരിക്കും ഫ്രീ ആയിട്ട് നമുക്കൊരു ഡൊമൈൻ തന്നിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ എന്താ ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയേണ്ടാവില്ല. നമുക്കിപ്പോൾ ഇമെയിൽ ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് Gmail, യാഹു, നമുക്കിപ്പോൾ ഒരു ഇമെയിൽസ് നമ്മുടെ പേരിൽ തരില്ല. ഇപ്പോൾ എൻ്റെ ഇമെയിൽ ആണെങ്കിൽ ഇപ്പോൾ ajmg@gmail.com ആണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ഇവർ തന്നേക്കുന്ന ഒരു ഡൊമൈനാണ്. എൻ്റെ ഫോൺ നമ്പറും AJ.phone നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് @BSNL.1 ഒരു ഇമെയിൽ ID ഇവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ശരിക്കും Gmail ID പോലെ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. ശരിക്കും ഇത് പണ്ടേ ഇൻഫോംഡ് ആയിരുന്നില്ല. അതാണ് കുറേ പേർക്ക് അറിയാത്തത്. കുറേ പേര് ഇത് ശരിക്കും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഫുള്ള് തരുമ്പോൾ തന്നെ ഒരു ഇമെയിൽ ഫ്രീ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ സൈറ്റിൽ മെൻഷൻഡ് അല്ല. അതാണ് ഇപ്പോൾ കുറേ പേർക്ക് ഈ ഡൗട്ട് ഉണ്ടാവാൻ കാരണം. അത് ശരിക്കും ഇപ്പോൾ ഈ പുതിയ കണക്ഷൻ എടുക്കുന്നവർക്ക് അത് സംഭവം സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു ഇമെയിൽ ID തരില്ല. ഇപ്പോൾ ഇമെയിൽ ID ചെയ്യുന്നത് കുറേ പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് എന്താ ഡിസ്കൗണ്ട് ആയി എന്താ ഉണ്ടാവുന്നതൊക്കെ. ഒന്നും ഉണ്ടാവുന്നില്ല. ആക്ച്വലി ഇതൊരു ശരിക്കും ഒരു ഇമെയിൽ ഡൊമൈനാണ്. നമുക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ, വേണമെങ്കിൽ ഉപയോഗിക്കേണ്ട. നമുക്കിപ്പോൾ Gmail ID നമ്മളൊരു Gmail ID പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിലത്തെ ഡാറ്റ ഒക്കെ പോകും. അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, വേറെ ഇമെയിൽ ID ഉണ്ടാക്കുക. അതുപോലെ ഒരു ഇമെയിൽ ഡൊമൈനാണ് അത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഇമെയിൽ ID നിങ്ങൾക്ക് ഇപ്പോൾ മെസ്സേജ് വന്നാലേ ഉണ്ടാവും നിങ്ങളുടെ മെയിൽ ID വന്നിട്ട് @BSNL.1 ഉണ്ടാവുക. അപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോർമലി അറിയിക്കും @gmail.com അങ്ങനെ ഉണ്ടാവും. നമ്മൾ നോർമലായിട്ട് എല്ലാവരും Gmail ഉപയോഗിക്കുന്നവർ അങ്ങനത്തെ ഒരു ഇമെയിൽ ID അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മെയിൽ അയപ്പിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മെയിൽ റിസീവ് ചെയ്യാം. അങ്ങനത്തെ ഒരു ശരിക്കും നമ്മുടെ നോർമൽ Gmail, യാഹു പോലത്തെ ഒരു ഡൊമൈൻ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നേക്കുന്ന ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ കയറി നിങ്ങൾക്ക് ഈ ഡൊമൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഓക്കെ കൊടുത്തിട്ട് എനിക്ക് വേണമെന്ന് എനിക്ക് കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ലീവ് ചെയ്യാം. അങ്ങനെ ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്നതാണ് നമ്മൾ ഇന്നാണ് വീഡിയോ എടുക്കുന്നത്. ഇന്നത്തോടു കൂടി ഇമെയിൽ കട്ടായി പോകും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് എടുക്കാം. നമ്മുടെ ലിങ്ക് കയറിയിട്ട് ഓക്കെ കൊടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ അതിലിപ്പോൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓൾറെഡി മുമ്പ് ഉപയോഗിച്ചതാണെങ്കിൽ അതിൻ്റെ ഡാറ്റ ഒക്കെ അതിലേക്ക് റിട്രീവ് ചെയ്തിട്ട് കളയാം, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഒരു മെയിലായിട്ട് വന്നിരിക്കുന്നത്, വേറെ പ്രശ്നമുള്ള സംഭവങ്ങളൊന്നുമല്ല. കുറേ പേര് എന്താ ഡിസ്കൗണ്ട് ആവുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താ സംശയം കുറേ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള പ്രശ്നം കേട്ടോ. നിങ്ങൾക്ക് ഇമെയിൽ ഡൊമൈൻ BSNL ഇമെയിൽ ഡൊമൈൻ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ലീവ് ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കലി കട്ടായി പോയിക്കോളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ BSNLലും ടെക്നോളജി വീഡിയോസൊക്കെ കൂടുതലായിട്ട് കാണാനും അതിനെക്കുറിച്ച് അറിയാനൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയിക്കുന്ന കമൻറ്റ് ചെയ്താൽ മതി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഗീവ വീഡിയോയിൽ പങ്കെടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ, അടുത്ത വീഡിയോ കാണാം.